ഒരു 1/2 കിലോ റവ എടുക്കണം. ഞാൻ വറുക്കാത്ത റവയാണ് എടുക്കുന്നത്. അതൊന്ന് മിക്സി ജാറിൽ ഇട്ട് കൊടുക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കണം. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയായാലും മതി. ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റില്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ആയാലും മതി, അല്ലെങ്കിൽ സോഡക്കാരായാലും മതി. ഒരു പിഞ്ച്, ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മൂടി വെച്ച് കൊടുക്കാം. ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം. ഇനി ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. കൂടുതൽ പണിയൊന്നുമില്ല. പിന്നെ പൊതുവേ റവയുടെ എന്ത് സാധനം നല്ല ടേസ്റ്റാണ്. ഓടിൽ കുറച്ച് എണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കയ്യിലെടുത്തിട്ട് ചുറ്റിച്ച് ഇതാക്കി കൊടുക്കാം. മറ്റേ തവയില്ല, അതാണ് ഇതിനേക്കാളും ചുറ്റിച്ച് കൊടുക്കാൻ പറ്റും. കുറച്ച് എണ്ണ തൂക്കി കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. തിരിച്ചിടുന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കാം. ഇതുപോലെയും ടേസ്റ്റാണ്, തിരിച്ചിട്ടിട്ടും ടേസ്റ്റാണ്. എന്തായാലും റവയുടെ എന്ത് സാധനം ടേസ്റ്റാണ്. നമുക്കെല്ലാം നല്ല ഇഷ്ടമാണ്. ഒരു ദോശ കൂടി ചുട്ടെടുക്കുന്നുണ്ട്. എണ്ണയൊന്നും തൂക്കുന്നില്ല. എണ്ണ ഇല്ലാതെയാണ് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ നല്ല എളുപ്പം. എന്നിട്ട് മുകളിൽ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. പൊതുവേ ദോശ ചുടുമ്പോൾ ഇങ്ങനെയാണ് നല്ലത്. ഫസ്റ്റിൽ ഒന്ന് എണ്ണ തൂക്കി കൊടുക്കണം. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കാം. വെന്തിട്ടുണ്ട്. മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. 2 തരത്തിൽ ദോശ ചുട്ട് കാണിച്ചെന്നതാണ്. ഇങ്ങനെയും ചെയ്യാം, മറ്റേ ചായയും ചെയ്യാം. റവയുടെ ഏത് ഐറ്റംസും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ ദോശ നല്ല ടേസ്റ്റാണ്. കറിയൊന്നും വേണമെന്നില്ല. സാധാരണ കഴിക്കും പോലെ കഴിക്കാൻ പറ്റും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലെ ഉണ്ടാകും. നല്ല സോഫ്റ്റ് ദോശയാണ്. ക്രിസ്പി ആയിട്ടും എടുക്കുക ദോശ, മറ്റേ തവയിലാണെങ്കിൽ. താങ്ക് യു.